എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഹൽവയുടെ റെസിപ്പികൾ ഒരുപാട് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൽവ നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ്. അധികം കട്ടിയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് അളന്നിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചേരുവകളെല്ലാം ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയതായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. നിങ്ങളുടെ ഏത് വലിപ്പത്തിലുള്ള നുറുക്ക് ഗോതമ്പാണെങ്കിലും അത് എടുക്കാമെന്നാണ് കേട്ടോ. അരക്കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒരു 2-3 തവണ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെക്കാം. നോർമൽ വാട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂട് വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 നേന്ത്രപ്പഴമാണ്. നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അധികം പഴുക്കാത്ത പഴമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതെങ്കിൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പം നല്ല പഴുത്ത പഴം തന്നെ ഇതുപോലെ നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു മീഡിയം വലിപ്പമുള്ളതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഈ ഒരു പഴത്തിന് തൊലി കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു നേന്ത്രപ്പഴം നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. നമ്മളിത് അരച്ചിട്ടെടുക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല, നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ്. തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് കുതിർന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഒരു കട്ടി മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല പോലെ തന്നെ കുതിർത്തെടുക്കണം. എങ്കിലും നമുക്കിത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് നല്ല ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാലും കിട്ടത്തുള്ളൂ. ഇനി ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളം നമുക്കൊന്ന് കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. കുതിർത്തിയെടുത്ത് നുറുക്ക് ഗോതമ്പ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും കാണാൻ പാടില്ല. നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കണേ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത് ഈ ഒരു നുറുക്ക് ഗോതമ്പിലേക്ക് വീണ്ടും നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കട്ടിക്ക് ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നുറുക്ക് ഗോതമ്പ് ഇരിക്കേണ്ടത്. ഇനി ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. ഒരുപാട് തവണ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു തവണ ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പാല് നല്ല പോലെ തന്നെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അളന്ന് കാണിച്ചു തരാട്ടെ എത്ര കപ്പ് പാലുണ്ടെന്ന്. 250 ml ഈ ഒരു കപ്പിൽ 3.25 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരുന്ന ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മിക്സിലെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങാപ്പാലിൻ്റെ ഒരു മിക്സ് ചേർത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 300 ഗ്രാമോളം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അധികം മധുരം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറച്ച് ശർക്കര മാത്രം എടുത്താൽ മതി.
ഈ ഒരു ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഈ ഒരു ശർക്കര നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. നല്ല കറുത്ത കളറിലുള്ള ശർക്കരയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹൽവയും നമുക്ക് നല്ല കളറിൽ തന്നെ കിട്ടും. പക്ഷെ നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കറുത്ത ശർക്കര എടുത്താലും ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും ഒരു കറുത്ത ഒരു കളറിന്. എന്നാലും അത്യാവശ്യം നല്ല കറുത്ത കളറിൽ തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ശർക്കര ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര ഇതുപോലെ ഉരുക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കരടുകളും ചെറിയ പൊടികളൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നല്ലപോലെ തന്നെ നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹൽവ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മുകൾ ഭാഗം കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള നട്ട്സ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആ ഒരു ബദാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കുറച്ച് പിസ്തായും ആ ഒരു വെളുത്ത എള്ളും കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഹൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കരുത്, ഒരുപാടങ്ങ് തീ കുറയ്ക്കാൻ വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചൂടായി ചെറിയതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഈ ഒരു പരുവത്തിന് കുറച്ചും കൂടെ ഒന്ന് കുറുകി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇളക്കി ചെറുതായിട്ട് ഇതിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ഒരു ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു ശർക്കര പാനി ഞാനൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഹൽവയുടെ റെസിപ്പികൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹൽവയുടെ പരുവം എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു പാനിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 40-45 മിനിറ്റ് ആണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീർന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാ സൈഡും ചേർത്ത് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതങ്ങ് അടി പിടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതായതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. വീഡിയോയിലായതുകൊണ്ട് ഒരുപാടങ്ങ് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്പീഡിൽ അങ്ങ് ഇളക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. ശർക്കര പാനി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കുമാണ് ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ്ക്ക് പകരമായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്താൽ ആ ഒരു ഹൽവയുടെ ഒരു പരുവത്തിന് നമുക്ക് നല്ലപോലെ തന്നെ കുറുക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഞാനിതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മുഴുവനായിട്ട് ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. ഓരോ തവണ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നെയ്യ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാക്കി നമ്മളൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം മാവ് ഇതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. എന്നാൽ ഒരു ഹൽവയുടെ ഒരു പരുവായിട്ടില്ല. ആ ഒരു ഹൽവയുടെ ഒരു പരുവാകുന്നതിന് വരെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഏകദേശം ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് ഇളക്കിയാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബദാമോ നിലക്കടല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു പാനിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വിട്ട് വന്ന് ഇതുപോലെ നമ്മൾ പാനിൻ്റെ അടിവശം നന്നായിട്ട് കാണുന്ന ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയിട്ടെടുക്കണം. ഒട്ടും തന്നെ ആ ഒരു പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവാക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ഒരു നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് അപ്പം തന്നെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഹൽവ സെറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടതാണ്.
ഇതിൻ്റെ ഒരു മോൾ ഭാഗം ഒരു സ്പാച്ചിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ ഒരു ഹൽവ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ സെറ്റായതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിലൊരു ക്ലിംഗ് റാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഹൽവ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. ശരിക്കും നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഹൽവ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നുറുക്ക് ഗോതമ്പ് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ ഈ ഒരു ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.